കേൾക്കുന്നുണ്ട്. അയ്യോ, ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. നമ്മുടെ ആ കുഞ്ഞിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ. എവിടെയും ഹാഷ്ടാഗുകളില്ല. ആർക്കും അതിനെ സംബന്ധിച്ചിട്ടൊന്നും പറയാനില്ല. എങ്ങും തീപ്പന്തം കൊളുത്തിയിട്ടില്ല. അല്ല, മെഴുകുതിരി കത്തിക്കണ്ട, അടുപ്പ് കൂട്ടിയുള്ള അന്തിചർച്ചകൾ വേണ്ട, പ്രതിഷേധങ്ങളില്ല. അയ്യോ, എനിക്കത് വെള്ളം ഇറങ്ങുന്നില്ല, ഭക്ഷണം ഉരുട്ടിയിട്ട് വെള്ളം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിമാർക്കും അവരുടെ പേരുകൾ പറഞ്ഞ് കരയണ്ട. നാളെ ഈ കുഞ്ഞ് ഡോക്ടർ ആകത്തില്ല, എഞ്ചിനീയർ ആകത്തില്ല, കളക്ടർ ആകത്തില്ല, സയന്റിസ്റ്റ് ആകത്തില്ല, പ്രൊഫസർ ആകത്തില്ല. പിന്നെ ഒരു ബർത്ത്ഡേക്ക് ഒരു ആന്റിക്ക് കേക്ക് പോലും മുറിക്കാൻ തോന്നുന്നില്ല. പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ വേദനകൾ കണ്ടിട്ട് യാതൊരു പ്രതിഷേധങ്ങളില്ല, മാർച്ചുകളില്ല, ഒരു അട്ടഹാസങ്ങളുമില്ല. ജസ്റ്റിസ് ഫോർ അർഷിദ് ഇല്ല, എങ്ങുമില്ല. കണ്ണീര് തോരാത്ത, കണ്ണീരുണങ്ങാത്ത അമ്മമാരുടെ വായ്പുകളില്ല. സ്നേഹ വായ്പുകൾ കവിഞ്ഞൊഴുകുന്നില്ല. സാംസ്കാരിക നാറികളെ കാണാനില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ ഇനിയിപ്പോൾ നിത്യസംഭവങ്ങളായി മാറും. ഇനി വേണമെങ്കിൽ ആ നരാധമനെ പൂമാലയിട്ട് സ്വീകരിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ടാവും. കാരണം നമ്മുടെ നാട് അങ്ങനെയാണ്. കൊലപാതകികൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന, അവർക്ക് കോടികൾ കൊടുത്ത് അവരെ വിഡ്രോ ചെയ്യിപ്പിക്കാൻ, നിരപരാധിയാണെന്ന് കാണിക്കാൻ, എന്നിട്ട് അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് വീരശൂര പരാക്രമിയായിട്ട് മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്നു. MP വരുന്നു, MLA വരുന്നു, മുൻ മന്ത്രിമാർ വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, സിനിമാക്കാർ വരുന്നു, പത്രക്കാർ വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത്. ഈ കേസിലെ പ്രതിയുടെ പേരെന്താ? 1.5 വയസ്സായ കുഞ്ഞിന്റെ ലിംഗത്തിന്റെ തൊലി വരെ ഉരിച്ചെടുത്ത് ആ സിഗരറ്റ് കത്തിക്കുന്ന ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിന്റെ ശരീരമാസകലം പൊള്ളിച്ചവന്റെ പേര് അഷ്കർ എന്നാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഒരു മതേതരനായേ പറ്റൂ. 51ഓളം മുറിവുകൾ ഏൽപ്പിച്ച് അവൻ ആ കുഞ്ഞിനെ കൊന്നപ്പോൾ ഹിന്ദുവായിട്ടുള്ള കാമുകി എവിടെ നിൽക്കുന്നു? കൊല്ലപ്പെട്ടതാരാ? 1.5 വയസ്സുകാരൻ. ഇത് കേരളമാണ്. ഇത് ലീഗ് ഭരിക്കും കേരള നാട്ടിൽ ലീഗുണ്ടാക്കും നിയമങ്ങൾ. ഇവിടെ ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മളൊരു മതേതരനായി മാറണം. അതെ, ഇവര് കറകളഞ്ഞ മതേതരന്മാരാണ്. അതല്ല, എത്രയോ കിലോമീറ്റർ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെ പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് നിലവിളിച്ച ലാലി ചേച്ചിയൊക്കെ ഇത് കാണുന്നുണ്ടാകുമോ എന്നാണ് എന്റെ സംശയം. ഈ പൈതലിന്റെ മുഖവും അതിന്റെ നിസ്സഹായാവസ്ഥയും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, നമ്മള് ആരെവിടെയായിരുന്നാലും ശരി ഇരകളോടൊപ്പം നിൽക്കണം എന്നതാണ് നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിലെ മാനുഷികമായിട്ടുള്ള നീതി. വേട്ടക്കാരന്റെ മതമോ ജാതിയോ അവന്റെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്നുള്ളതോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. ആര് എവിടെ കൊല്ലപ്പെട്ടാലും ശരി, ട്വിങ്കിൾ എന്ന കുഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചവർക്കെതിരെ തന്നെ നമ്മൾ അണിനിരക്കും. ആസിഫ എന്ന കുഞ്ഞ് ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മളും ആ കുഞ്ഞിന്റെ നീതിക്ക് വേണ്ടി തന്നെ നിലകൊള്ളും. നമുക്ക് അവന്റെ ജാതിയോ മതമോ ഒന്നും ഇവിടുത്തെ പ്രശ്നമല്ല. നിമിഷപ്രിയ യമനിൽ പോയി ചെയ്തതും ഒരു തെറ്റ്. കയ്യബദ്ധം കൊണ്ട് ഒരു കുഞ്ഞു കൊലപാതകം സംഭവിച്ചു പോയി. അത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ സ്വാഭാവിക സംഭവങ്ങളാണ്. റഹീമും ഒരു കുഞ്ഞടി, ഒരൊറ്റ കുഞ്ഞടി അടിച്ചപ്പോഴേക്ക് കഴുത്തിലുള്ള ശ്വസന ഉപകരണം തെറിച്ചു പോയി. കുഞ്ഞിന് പിന്നീട് ഫിക്സ് വന്നു. കുഞ്ഞ് ചെറുതായിട്ടൊന്ന് മരിച്ചു, അത്രേ ഉള്ളൂ. അവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പിരിവിട്ടു. 100 കോടി ഒന്ന് പിരിച്ചെടുത്തു. വെറും 100 കോടി, 34 കോടി രൂപ കൊടുത്തെന്ന് പറയപ്പെടുന്നു. ഇല്ല, അങ്ങനെ അവനെ ഒന്ന് രക്ഷിച്ചെടുത്തു. ഇനി അവനെ പൂമാലയിട്ട് സ്വീകരിക്കണം. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ കണ്ടില്ലേ? നാം പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. എതിരെ നിൽക്കുന്നത് ആരാണ്? അവന്റെ ജാതിയും മതവും സംഘടനയും അവന്റെ ലിംഗവും ഒക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ പ്രശ്നം തന്നെയാണ്. ആ 1.5 വയസ്സായ കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് എതിർത്ത് പറഞ്ഞു പോയാൽ അയ്യോ, എതിരെ നിൽക്കുന്ന ആളുകളുടെ അനിഷ്ടങ്ങൾക്ക് പാത്രമായി പോകും. അതുകൊണ്ടാ. ശരി, ഓക്കെ സുബ്രു, ഞാൻ സാന്ദർഭികമായിട്ട് നമ്മൾ ആ വിഷയത്തിലേക്കോ ചർച്ചയിലേക്കോ വരാത്തത് കൊണ്ട് ഇത് പറയാതെ ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞു നമുക്ക് ആ വിഷയം തന്നെ ഒന്നും കൂടി സംസാരിക്കാം. മനസ്സിലായോ? ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു നമുക്കൊരു മനസാക്ഷിയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം. ഇത് ഇപ്പം അതിന് ആരും ടീച്ചർ പറഞ്ഞ രീതിയിൽ ആരും രംഗത്ത് വരില്ല. കാരണം ഇതൊക്കെ ചെയ്തത് ഒരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ആരും രംഗത്ത് വരാനുള്ള സാധ്യത
വളരെ കുറവാണ്. പക്ഷെ കുറച്ചാളെങ്കിലും കുറച്ച് ആളുകൾ ഇത് പറയണം ടീച്ചർ. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് സമൂഹത്തിൽ വലിയ ദോഷങ്ങൾ ചെയ്യും. ഈ കുട്ടിയുടെ ലിംഗമൊക്കെ ഉരുക്കി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പൊ ടീച്ചർ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് ആ കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലും വല്ലാത്തൊരു വിഷമം. ഒരു നമ്മളെ വീടുകളിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു തന്നെയാണ്. അവര് ഈ പ്രായത്തിലൊക്കെ അത്രയും നിഷ്കളങ്കരായിട്ടുള്ള 1.5 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളായിരിക്കല്ലോ. അപ്പൊ ആ പ്രായത്തിൽ ആ കുട്ടിയെ എങ്ങനെ അതിനറിയൂലല്ലോ എന്തിനാണ് ഇത് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് അതിന് മനസ്സിലാവണ്ടേ. ആ ഒരു പ്രായമല്ലല്ലോ 1.5 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇതെന്താണിത്? ഇതൊരു ജിഹാദിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണോ? എന്താണ് അതിന്റെ മനോഭാവം? എന്താണ് ഇത്? ഒരു ലവ് ജിഹാദാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജിഹാദാണോ? ആ കോയക്ക് ഇത് ചെയ്യാനുള്ള ഒരു താല്പര്യം എന്താണ്? അതല്ലെങ്കിൽ അന്യ മതസ്ഥരോടുള്ള ഒരു വെറിയാണോ? കാഫിറായതിന്റെ പേരിലാണ്? കുട്ടികളോട് ഇങ്ങനെ ഈ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ള ആളുകള് ഈ കുട്ടിയെ ഉപദ്രവിച്ച ഇവന് വേണ്ടിയിട്ട് ഇവനെ തള്ളി പറയാൻ ഒരു മുസ്ലിങ്ങളും തയ്യാറാവുന്നില്ലല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ഹാഷ്ടാഗും ഇല്ലല്ലോ. ആ കുട്ടി മറ്റേ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിങ്ങളും രംഗത്ത് വരുന്നില്ലല്ലോ. എനിക്ക് അത് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. സുപ്രു, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങാനും കണ്ടാലുണ്ടല്ലോ, അയ്യോ, നമുക്ക് ദിവസങ്ങളോളം വെള്ളം ഇറങ്ങില്ല. അത്ര വലിയ ക്രൂരതയാണ് ആ കുഞ്ഞിനോട് അവൻ ചെയ്തത്. അതായത് അതിൻ്റെ നെഞ്ചിൻ്റെ പിൻഭാഗത്ത് ഇവനെ പോലെ ഒരു അജാനാബാഹുവായ ഒരുത്തൻ ഒരു 1.5 വയസ്സായ കുഞ്ഞിനോട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരൊറ്റ ചവിട്ടിന് അതിൻ്റെ 7 വാരിയല്ലാണ് നുരുനുരെ പൊട്ടിപ്പോയത്. അത് അനുഭവിച്ച വേദന എത്രമാത്രം ഉണ്ട് എന്ന് ആലോചിക്കുന്നത്. അതിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഒരാള് ഇന്ന് പറയാണ്, കൊണ്ടുപോയപ്പോൾ അന്നേരം ഇവൻ്റെ ഒരു അളിയൻ ഉണ്ടായിരുന്നു അത്രേ, ഇവൻ്റെ സഹോദരിയുടെ ഭർത്താവ് എങ്ങാണ്ട് അവിടേക്ക് കയറി വരികയാണ്. ഈ അർഷദ് എന്ന് പറയുന്ന ഇവൻ്റെ അഷ്കറോ അവൻ്റെ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞ് 2 കണ്ണും പൂട്ടി കുനിഞ്ഞിരിക്കുവാണത്രേ. അതായത് കുഞ്ഞപ്പോഴേക്ക് തന്നെ മരിച്ചു. അപ്പോൾ ഇവൻ ചോറുരുട്ടി കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അത് ഇവൻ വരുന്നുണ്ടല്ലോ കാണാൻ. അപ്പോൾ ചോറ് നെറുകയിൽ കയറിയിട്ട് മരിച്ചതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുഞ്ഞ് നേരത്തെ മരിച്ചിരുന്നു എന്നിവൻ്റെ അളിയൻ മനസ്സിലാക്കിയിട്ടാണ് ആളുകളെയൊക്കെ വിളിക്കുന്നതും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും. അപ്പോൾ ഇവൻ്റെ അതായത് ഒരു കാഫിറിൻ്റെ കുഞ്ഞാണ്. പിന്നൊരു കാര്യമുണ്ട് സുപ്രു, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം സുപ്രു വിരിക്കുന്ന വലയിൽ അതായത് ഇപ്പൊ നോക്ക്, സുപ്രു വിരിക്കുന്ന വലയിൽ ഞാൻ വന്ന് വീഴുന്നു എന്ന് പറഞ്ഞാൽ അത് സുപ്രുവിന്റെ കഴിവ് മാത്രമല്ല, എൻ്റെ കഴിവുകേടുകൂടിയാണ്. ഇപ്പോൾ അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞള് പോലെ വെളുത്തിരിക്കുന്നു പറഞ്ഞതുപോലെ ഇവളുടെ കൂടെ ഇത്രയും നാളും കഴിഞ്ഞ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഇവൾക്കറിയായിട്ടാണോ? ഇവൾക്കറിയില്ല. ഈ പീഡനമെന്നും ക്രൂരതയെന്നും പറയുമ്പോൾ അത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇത് എത്രയോ നാളുകളെ കുഞ്ഞിന്റെ വായിൽ ഈ പെണ്ണ് തുണി തിരികെ കൊടുക്കാറുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ ജനിച്ച കുഞ്ഞിനോട്, ഇവളുടെ ചോരയിൽ ജനിച്ച കുഞ്ഞിനോട് ഇവള് തന്നെ ക്രൂരത കാണിക്കുന്നത്. നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാനും ഒരു അമ്മയാ, നമ്മളെ കൊണ്ട് അതൊന്നും താങ്ങാൻ പറ്റില്ല. ക്രൂരമായിട്ട് ഈ കുഞ്ഞിനെ തല്ലിച്ചതച്ച് ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയ അയൽവാസി പറയാ കുഞ്ഞിന്റെ ശരീരം മുഴുവനും പൊള്ളലുകളായിരുന്നത്രേ. അപ്പൊ ആ കുഞ്ഞനുഭവിച്ച ഈ 1.5 വയസ്സുകൊണ്ട്, ഈ 1.5 വർഷം കൊണ്ട് ഈ കുഞ്ഞനുഭവിച്ച വേദന എത്രയാണെന്ന് ആലോചിച്ച് നോക്കെ. എന്നിട്ട് അവളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താ? കൊലപാതക പ്രേരണ കുറ്റം. ഇത് മാത്രമാണോ നമ്മുടെ രാജ്യത്ത് BNS വകുപ്പുകളുള്ളത്? എന്നിട്ട് ആദ്യത്തെ ഭാര്യ, ഇവൻ ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു, ആ പെണ്ണിനെയും തല പിടിച്ച് ഭിത്തിയിലടിച്ചിട്ട് അത് കോമയിലായി പോയതാ. അതിനെയും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇവന്റെ അമ്മയും സഹോദരിയും ഉണ്ട്, ഇവന്റെ ഉമ്മയും സഹോദരിയും, അവരാണിതെല്ലാം കൂട്ടുനിൽക്കുന്നത്. അപ്പോൾ ഇത് മതത്തിന്റെ പേരിൽ മാത്രമല്ല, ഇവന്റെ ഉള്ളിലുള്ള ഒരു സാഡിസമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവനും അഖിലയും തമ്മിലുള്ള ജീവിതത്തിൽ കുഞ്ഞൊരു ബാധ്യതയാകുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. അപ്പൊ ഇവള് 3 മാസം ഗർഭിണിയായിരിക്കെ വേറൊരുത്തനുമായിട്ട് കമ്പനി ഉള്ളത് കൊണ്ടാണ് ഇവളുടെ ഭർത്താവ് കയറി തൂങ്ങിയത്. അപ്പൊ ആ ഭർത്താവിന്റെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ കിടക്കുന്നത്. എന്നിട്ട് ആ ഭർത്താവിന്റെ അമ്മ വന്ന് ചോദിക്കുന്നു, നീ സുഖമായിട്ട് ജീവിച്ചോ, കുഞ്ഞിനെ ഇങ്ങോട്ട് തായോ? തരത്തില്ല. ഒടുവിൽ ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവനും ഇവളും ചേർന്നിട്ട് ആ മരണപ്പെട്ട ഭർത്താവിന്റെ അമ്മയ്ക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുക. അതായത് ഇവന്റെ ലക്ഷ്യം ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നത് മാത്രമല്ല,
ഒരു സാഡിസം അതിങ്ങനെ അനുഭവിക്കുന്നത് കണ്ട് ഈ അഷ്കറിന് വല്ലാത്ത ഒരു സുഖം വേണമായിരുന്നു. 3 മാസമാണ് നിരന്തരമായി ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടത്. ഒടുവിൽ ആ കുഞ്ഞു മരിച്ചു. കുഞ്ഞിനെ മർദ്ദിക്കുന്ന വിവരം തനിക്ക് അറിയാമായിരുന്നു എന്നാണ് അഖിലയുടെ ആദ്യ ചോദ്യം ചെയ്യലിൽ അവൾ സമ്മതിച്ചത്. പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ. അപ്പോ പിന്നെ ഈ കുഞ്ഞ് മരിക്കുന്ന സമയത്ത് ഇവൾ എവിടെയായിരുന്നു? ഒരു നൃത്ത പരിപാടിക്ക് തമിഴ്നാട്ടിൽ പോയേക്കുവാണെന്നത്രേ. നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ ഇട്ടുകൊടുത്തിട്ട് ലോകത്ത് ആരെങ്കിലും പോകുമോ? കുഞ്ഞ് ചോറ് കൊടുത്തു, കുഞ്ഞ് കരഞ്ഞു. അപ്പോഴേക്ക് കുഞ്ഞിനെ ശക്തമായി എന്ത് ചെയ്തു? ഇവൻ അടിച്ചു, തല പിടിച്ച് ഭിത്തിയിലടച്ച്. 1.5 വയസ്സുകാരനൊക്കെ അത്രയ്ക്കൊക്കെ ഉണ്ടോ? ഇവന്റെ അടിക്കൊക്കെ ഉണ്ടോ? കുഞ്ഞിന്റെ വാരിയല്ലുകളൊക്കെ 7 പൊട്ടലുകൾ. നമ്മളിതൊക്കെ എങ്ങനെയാണ് സഹിക്കുന്നത്? നമ്മളിതൊക്കെ കേൾക്കണമല്ലോ. വാരിയല്ല് 7 സ്ഥലത്ത് ഒടിഞ്ഞിരിക്കുന്നു, നെഞ്ചിൽ ആഞ്ഞ ചവിട്ട് കിട്ടിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അങ്ങനെയാണ് വാരിയല്ല് തകർന്ന് കുഞ്ഞു മരിച്ചത് എന്ന്. അപ്പോ ഇതിനൊക്കെ പുറമെ സിഗരറ്റിന്റെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് കുഞ്ഞിന്റെ ജനനേന്ദ്രിയം പൊള്ളിച്ചിരിക്കുന്നു. ഈ 10 വിരലിന്റെ പിൻഭാഗത്തും കുഞ്ഞിന് തൊലിയില്ല എന്ന് പറയുമ്പോ ആന്തരിക അവയവങ്ങൾക്ക് കടുത്ത ക്ഷതം, ക്രൂരമായ മർദ്ദനമേറ്റിട്ട് ശരീരത്തൊക്കെ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്നു. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ സാധാരണ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ടും ഈ നവോത്ഥാന നാറികളുടെ ഒക്കെ മൗനമാണ് ഭയമുണ്ടാക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ ഉള്ളിലും ഉണ്ടോ ഇതുപോലെ ഒരു ന്യായീകരണ തൊഴിലാളി എന്ന് ഓർത്തു പോകുവാണ്. മുമ്പ് അതിന്റെ 2 കൈയും ഒടിഞ്ഞിരുന്നപ്പോൾ അവൾ ഇളിക്കുന്ന ഇളി, ആ ഫോട്ടോ നമ്മൾ കണ്ടില്ലേ? ഒരു കുഞ്ഞ് കഴുത്തിലോടുകൂടി കെട്ടി 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുക, സൈക്കിളിൽ നിന്ന് വീണതാണെന്ന്. 1.5 വയസ്സായ കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീഴല് സർവ്വസാധാരണമാ. ആ സമയത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല. പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന കേസ് ഇവൻ ആദ്യത്തെ ഭാര്യയോട് ചെയ്തതെല്ലാം. എന്നിട്ട് പോലീസുകാർ ഇവനെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് ആദ്യത്തെ ഭാര്യയും വീട്ടുകാരും ഇപ്പൊ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത്. 6 തവണയാണ് അവര് കംപ്ലൈന്റുമായിട്ട് പോയിട്ടുള്ളത്. അപ്പൊ പോലീസുകാരൊക്കെ ഇവനെ ന്യായീകരിക്കുന്നു എന്നാണ് അവര് തന്നെ പറയുന്നത്. അപ്പോ ഇങ്ങനത്തെ ഒരു മൃഗീയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മൃഗങ്ങൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരക്കാരെയൊക്കെ ന്യായീകരിക്കാനും ഇവനെയൊക്കെ വെള്ളപൂശാനും അതല്ലെങ്കിൽ ഇവനൊക്കെ ചെയ്തത് ക്രൂരതയാണ് എന്ന് തുറന്ന് പറയാനും മടിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരെയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന് തോന്നിപ്പോകുന്നു. ഇതിലേറെ ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ കൊലപാതകത്തിൽ ഇവളുടെ ഈ അഖിലയുടെ ഒരു ഡാൻസ് ടീച്ചർ ഉണ്ട് അത്രേ. അവള് ഇപ്പൊ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരാളാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ അഖിലിനെയും ഈ അഖിലയെയും ഈ ആത്മഹത്യ ചെയ്ത ഭർത്താവ് അവനെയും തമ്മിൽ അടുപ്പിച്ചത് അവളായിരുന്നു അത്ര, ഈ ഡാൻസ് ടീച്ചർ. പിന്നീട് അഖില ഇവളുടെ വഴിവിട്ട ജീവിതം നേർക്കുനേരെ കണ്ടതിന്റെ മാനഹാനിയും വേദനയും ഒക്കെ ആയിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. അയാളും പോലീസിൽ കേസിലൊക്കെ പോയതാ. പക്ഷെ അവിടെയൊന്നും അയാൾക്ക് നീതി കിട്ടിയില്ല. അവിടെ വെച്ചിട്ട് ഇവള് പറഞ്ഞു ഇവനെ വേണ്ടാന്ന് പറഞ്ഞു, അയാൾ തൂങ്ങി. അപ്പോ അങ്ങനെ ഈ ഡാൻസ് ടീച്ചർ പറയുവാണത്രേ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കുമെന്ന് സുനിൽകുമാറിനോട് പറഞ്ഞെന്ന് അദ്ദേഹമാണ് പറയുന്നത്. അപ്പൊ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പദ്ധതി അല്ല. കുഞ്ഞിന്റെ കൈ 2 ഒടിഞ്ഞു എന്ന വിവരം 2 ആഴ്ച മുമ്പാണ് അത്ര ഈ സുനിൽകുമാർ അറിയുന്നത്. അപ്പൊ തന്നെ സുനിൽകുമാർ പോലീസിൽ പരാതി നൽകി. ഇത് സാധാരണ സംഭവമല്ല. അങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നു. ആ ചർച്ചയില് കുഞ്ഞിനെ എന്നാൽ അതിന്റെ യഥാർത്ഥ പിതാവ്, അതായത് ആത്മഹത്യ ചെയ്തവന്റെ കുടുംബത്തിന് തന്നെ വിട്ടു നൽകാൻ വേണ്ടിയിട്ട് പോലീസിൽ ഒരു തീരുമാനമായി. ഈ കൈമാറ്റം അവരന്ന് അവിടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 2 കൂട്ടരും സമ്മതിച്ചതാണ്. അതിനിടയിലാണ് ക്രൂരമായിട്ട് ഈ കുഞ്ഞു കൊല ചെയ്യപ്പെടുന്നത്. നിലവിൽ റിമാൻഡിലാണ് ഈ അഷ്കറും അഖിലയും. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മാധ്യമങ്ങളിൽ കണ്ടത്. ഈ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഇവർക്ക് എന്ത് ശിക്ഷ നൽകിയാലാണ് നീതിയാകുന്നത്? മരിച്ച കുഞ്ഞിന്, കൊല്ലപ്പെട്ട കുഞ്ഞിനെ, ഇവരുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിച്ച കുഞ്ഞിന് ഒരു രൂപത്തിലും ഇത് നീതിയാകുന്നില്ല എന്നിരിക്കെ ഇവർക്ക് പരമാവധി നമ്മുടെ രാജ്യത്ത് നൽകാൻ പറ്റുന്ന ശിക്ഷ എന്തായിരിക്കും സുപ്രൂ? നമ്മൾ കണ്ടിട്ടില്ലേ ഇതുപോലെയൊക്കെ? ഒരുപാട് ഗ്രീഷ്മമാരെ കണ്ടില്ലേ? കടൽ തിരമാലയിൽ കുഞ്ഞിനെ അടിച്ചു കൊന്ന അമ്മയെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് നമ്മുടെ രാജ്യത്ത് കിട്ടിയിട്ടുള്ളത്? വിഷമം തോന്നുക. ഇതിലൊക്കെ യോഗി ആദിത്യനാഥിന്റെ നിയമം വേണമെന്ന് തോന്നി. അവിടെയും ഇതുപോലെ 1.5 വയസ്സായ ഒരു കുഞ്ഞിനെ കൊന്നവർക്ക് ഇന്നവര് ജീവനോടെ ഇല്ല. ബലിപെരുന്നാളിന് വീട്ടിലേക്ക് സുഹൃത്തിനെ വിളിച്ചു വരുത്ത 17 വർഷം ചിരകാല സുഹൃത്തായിരുന്ന, എന്താ കുട്ടിയുടെ പേര്? സൂര്യൻ. ഇവന്റെ പേരെന്താ? ആസാദ്. വിളിച്ചു വരുത്തി, നിന്നെ ആടിനെ അറുക്കുന്നത് കണ്ടിട്ടുണ്ടോടാ? ഇല്ല. എന്നാ ഞങ്ങൾ കാണിച്ചു തരാം. നോക്കുമ്പോ 6 പേരുടെ കയ്യിലും ആടിനെ അറുക്കുന്ന കത്തി.
അന്തസ്സായിട്ട് പിടിച്ചുകൊണ്ട് ഈ കുട്ടി കുതിരി മാറി 17 വയസ്സുണ്ടല്ലോ, ഓടാൻ ശ്രമിച്ചപ്പോൾ ഇവർ 6 പേരും നടന്നു കുത്തി. പിന്നാൽ അതിനെ അതിജീവിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു പോസ്റ്റ് ഇടുവാണ്, ഞാൻ ഇന്ന കാരണത്താൽ, അവൻ കാഫിറാണ്, ഇന്ന കാരണത്താലാണ് അവനെ ഞാൻ അറുക്കാൻ ശ്രമിച്ചത്, അറുത്ത് കൊന്നത്. അതുകൊണ്ട് എൻ്റെ പേരിൽ യാതൊരു തെറ്റുമില്ല. എൻ്റെ പടച്ചോൻ എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം. ഈ 17-കാരൻ ഒരു ബൈക്കുമായിട്ട് വന്ന് വേറെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് പണമൊക്കെ വാങ്ങിയിട്ട് നാട് വിട്ടു പോകുവാണ്. ഒരു കൂസലുമില്ല. തൻ്റെ കൂടെ തൊട്ടു മുമ്പുള്ള നിമിഷം വരെ ഒരുമിച്ചിരുന്ന ഒരു സുഹൃത്ത് അവനെ എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അറുത്തു എന്നതിൽ യാതൊരു പരിഭവവുമില്ല. മറ്റ്6 പേരും 6 ഇടങ്ങളിലായിട്ട് അവർക്ക് 6 ഷെൽട്ടറുകൾ ഉണ്ടാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ 60ഓളം ആളുകൾ റെഡി. പിന്നാമ്പുറത്ത് ഒടുവിൽ എന്താ സംഭവിച്ചത്? ആ അമ്മ പറഞ്ഞു, എൻ്റെ മകന്റെ മുഖത്ത് ഞാൻ നോക്കില്ല. കൊല്ലപ്പെട്ട എൻ്റെ മകന്റെ മുഖത്ത് ഞാൻ നോക്കണമെങ്കിൽ എൻ്റെ മകനെ കൊന്നവന്റെ ഡെഡ് ബോഡി ഇവിടെ വീഴണം എന്നാ പറഞ്ഞത്. ഉടനെ യോഗി 50,000 രൂപ അവന്റെ തലയ്ക്ക് വിലയിട്ടു. പെട്ടെന്ന് പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു, കൊണ്ടുവന്നു. ശരി, സംഘടനമായി, എൻകൗണ്ടറായി, ഒടുവിൽ അവന്റെ തല നിലത്ത് വീണു. ഇതുപോലെ ഒരു നിയമം നിയമം കയ്യിലെടുക്കണമെന്നോ അതല്ലെങ്കിൽ കൊലയ്ക്ക് പകരം കൊലയെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ തുടരുമെന്നുള്ളതാ പറയുന്നത്. ഓക്കെ, ഇത് ഒരു ജിഹാദാണ്. അതായത് ഇത് മറ്റെന്താ പറയാ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ഒരു ഹിന്ദു കുടുംബത്തെയാണ്. മനസ്സിലായോ? അവന് ജിഹാദ് നടത്തി, ലവ് ജിഹാദ് നടത്തിയിട്ട് ഒരു പെൺകുട്ടിയെ വശത്താക്കിയിട്ട് ആ പെൺകുട്ടിയുടെ ഒരു കുട്ടിയെ കൊന്നാല് അവന് അവന്റെ എന്താ പറയാ വിശ്വാസപ്രകാരമുള്ള ഇതിൽ അവന് നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം. മനസ്സിലായോ? ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കരഞ്ഞ എത്ര കോയ ഈ കുട്ടിക്ക് വേണ്ടി കരയുന്നുണ്ട്. കാരണം ഈ കുട്ടി കാഫിറാണ്. മനസ്സിലായോ? കുട്ടീനെ പീഡിപ്പിച്ച് കൊന്നതോ നമ്മന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് ആരും ഉണ്ടാവില്ല. പിന്നെ മതേതരവാദികള്, സാംസ്കാരിക നായകന്മാര്, ബുദ്ധിജീവികള്, കോൺഗ്രസ്സുകാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഇങ്ങനത്തെ ആരും ഈ കേസിനും വരൂല. കാരണം പ്രതിഭാഗത്ത് തുമ്പില്ലാത്തവനാണ്. തുമ്പുള്ളവനാണെങ്കിൽ ആളുകൾ വരും. മനസ്സിലായോ? വളരെ ഒരു വിഷമം തോന്നുന്ന ഒരു സംഗതിയായി പോയി ഇത്. മനസ്സിലായോ? ഇത് ഞാൻ ഈ വാർത്ത, ഇതിന്റെ കേസുകൾ പൂർണ്ണമായിട്ട് ഞാൻ കേൾക്കുന്നില്ല. ഇപ്പൊ ടീച്ചർ പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം ഇത് കേൾക്കുമ്പോ. അത് ആ വാർത്തകളും ആ വീഡിയോസുകളും ഒക്കെ വരുമ്പോ ഞാൻ അത് ക്യാൻസൽ ചെയ്യാതിരിക്കുന്നു. ഈ ഒരു 1.5 വയസ്സുള്ള കുട്ടീന്റെ വാരിയല് ചവിട്ടി പൊട്ടിക്കുക, 2 കൈ ചവിട്ടി പൊട്ടിക്കുക, ലിംഗം മറ്റേ ലൈറ്റർ കത്തിക്കുക, തൊലി ഉരിക്കുക. എന്താണ് ഇവന്റെ മനോഭാവം? എന്തിനാണ് ഇവൻ ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഭീകരവാദം തന്നെയാണ്. ഈ കേസ് NIA അന്വേഷിക്കണം ഈ കേസ്. മനസ്സിലായോ? BJP-യുടെ നേതാക്കന്മാരോ മറ്റുള്ള ആളുകളോ ഉണ്ടെങ്കിൽ ആ വഴിക്ക് ഇതിന് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ കേസ് ആ ലെവലിലേക്ക് ഇത് നീക്കണം. അതെ, തന്നെയല്ല സുബ്രു, ഇതിനകത്തെ അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇവന് 19 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെണ്ണിനെ ആദ്യം വിവാഹം കഴിച്ചിരുന്നു. ആ കൊച്ചിനെ കൊല്ലാക്കൊല ചെയ്ത് വിഷം കൊടുത്ത് ടോയ്ലറ്റിന്റെ ക്ലോസറ്റിൽ പിടിച്ചിട്ട് തലയടിച്ച് ഭിത്തിയിലിട്ടിച്ച് ഈ കുട്ടി 13 മാസം വരെ മരിച്ചതുപോലെ കിടന്നു എന്നുള്ളത് ആ കോമയില്. ഇന്നും അവര് തീവ്ര പരിചരണ വിഭാഗത്തിൽ പണമിറക്കി ആ കുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തില്ല, ഇവനെ ശിക്ഷിച്ചില്ല? അവര് പറയുന്നു 6 പരാതികൾ അവര് കൊടുത്തിട്ടുണ്ട് എന്ന്. അല്ല, ഇവൻ മുസ്ലിമാണ്. മുസ്ലിങ്ങൾക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് വേറൊരു നീതിയും ആണല്ലോ ഇവിടെ നിലനിൽക്കുന്നത് ഇപ്പോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുള്ളൂ. ഇവിടെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. മനസ്സിലായോ? ഇപ്പൊ സമസ്തക്ക് ഇതിനെന്തെങ്കിലും ഉണ്ടോ? സ്റ്റേജ് കയറി കഴിഞ്ഞാല് അതിന് അഭിപ്രായം പറയുന്ന സമസ്ത ഇങ്ങനത്തെ അന്യ മതസ്ഥരായിട്ടുള്ള കുട്ടികളെ, ഇതേ പിഞ്ചു കുട്ടികളെ കൊന്നിട്ടുള്ള സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് അവർ അഭിപ്രായം പറയാത്തത്? ഇവനെ മതത്തിന്ന് അവർ പുറത്താക്കുവോ? അന്യമതസ്ഥന് വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ സ്വന്തം ആളുകളെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുന്ന ടീമാണ്. അറിയാം നിങ്ങൾക്ക്? നിസ്കരിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് മാലി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാറുണ്ട്. എക്സ് മുസ്ലിംസ് ആയി കഴിഞ്ഞാൽ മാലി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പുറത്താക്കും. പക്ഷെ ഭീകരവാദികളെ പുറത്താക്കൂല. ഇതുപോലെ എന്തെങ്കിലും കുറ്റം ചെയ്താൽ പുറത്താക്കൂല.
ഇന്ത്യയിൽ മൊത്തത്തില് എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവം ഉണ്ടായാൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് പറയുന്ന ഈ വൃത്തികെട്ടിട്ടുള്ള ആളുകള് എന്തുകൊണ്ടാണ് മറ്റുള്ള സമുദായക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ നേതൃത്വം എന്താ മിണ്ടാത്തത്? എന്തുകൊണ്ടാ മിണ്ടാത്തത്? മറ്റുള്ള സമുദായക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ പോകുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് സ്വന്തം സമുദായക്കാർ മിണ്ടുന്നില്ല? അപ്പൊ ഞങ്ങളെ ആളുകൾ എല്ലാരും പീഡിപ്പിച്ചോട്ടെ, ഞങ്ങളെ ആളുകൾ പീഡിപ്പിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ മറ്റേ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ കാര്യം. മുസ്ലിങ്ങൾ ബോംബ് വെച്ച് കൊല്ലുന്ന സമയത്ത് അത് ഒറ്റപ്പെട്ട സംഭവം. അപ്പൊ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരെ കൊല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഭീകരവാദ ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്. ഇതിനെ അവരുടെ സമുദായം തന്നെ തള്ളിപ്പറയണം, സമസ്ത തള്ളിപ്പറയണം, ഇവരുടെ നേതൃത്വം തള്ളിപ്പറയണം. മുസ്ലിം ലീഗ് ഒന്നും എന്താ ഇതിന് അഭിപ്രായം പറയാത്തത്? എല്ലാത്തിനും അഭിപ്രായം പറയുന്ന മുസ്ലിം ലീഗ് എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല? സമസ്ത എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല? ഇസ്ലാമിക നേതൃത്വം എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല? ഇതുപോലത്തെ ഇത് തന്നെയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഈ മറ്റുള്ള പെൺകുട്ടികളെ പോയിട്ട് ഇതേമാതിരി പ്രണയിച്ച് വലയിലാക്കിയിട്ട് ഇതുപോലത്തെ ജിഹാദിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ജിഹാദ്. ഇതൊരു ഭീകരവാദ പ്രവർത്തനമാണ്. ഇത് NIA അന്വേഷിക്കുക തന്നെ വേണം. ഇതുപോലത്തെ കേസുകൾ BJP-യുടെ നേതാക്കന്മാരെ അട്ടം നോക്കി കുത്തിരിക്കുന്നതിന് പകരം ഇതുപോലത്തെ കാര്യങ്ങളിൽ എന്താണെന്നുള്ളത് കൃത്യമായി പഠിച്ച്, വലിയ കേന്ദ്ര സർക്കാർ ഉണ്ട് കയ്യിൽ, അതുണ്ട് കയ്യിൽ, ഇതുണ്ട് കയ്യിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിങ്ങൾ അവര് ഇതുപോലത്തെ ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും നിർത്താനൊന്നും പോകുന്നൊന്നുമില്ല. മനസ്സിലായോ? അവരിതായിട്ട് മുന്നോട്ട് തന്നെയാ പോകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അതിനുള്ള പരിപാടികൾ ഇവിടെ നടത്തിയിട്ടില്ലെങ്കിൽ അവരിത് ഇനിയും ചെയ്യും. അവരുള്ള കാലമൊക്കെ അത് ചെയ്തുകൊണ്ടേ നിൽക്കും. പക്ഷെ അതിലെന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് ചെയ്തവനെ നേരത്തെ ജാമിദ ടീച്ചർ പറഞ്ഞ രീതിയിൽ ചുമരുമലാക്കണം. യോഗി ആദിത്യനാഥ് ചെയ്ത മാതിരി ചുമരുമലാക്കണം. അതിൽ പുറലോകം കാണാത്ത രീതിയിൽ ഇന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരൊക്കെ കിടക്കുന്ന രീതിയിൽ ഉള്ളിൽ കിടക്കണം. അതിന് കഴിയില്ലെങ്കിൽ ഈ പരിപാടി നിർത്തിയിട്ട് പോവുക. മനസ്സിലായോ? ആ കുട്ടിക്ക് ചിലപ്പം ലോകം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല, അമ്മ എന്താണ് അച്ഛൻ എന്താന്ന് പോലും മനസ്സിലായി വരുന്ന പ്രായം ആവുന്നുള്ളൂ. അപ്പോഴാണ് ഈ ഇതേ രീതിയിലുള്ള പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത്. ഈ പെൺകുട്ടിയെ ഇനി ഇസ്ലാം കുത്തി വെച്ചിക്കണോ എന്നുള്ളത് പറയാൻ പറ്റുമോ? ഒരു പെൺകുട്ടിയെ മറ്റേ എന്താ പറയാ സ്വന്തം അച്ഛനെയോ അമ്മനെയും വെറുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ലവ് ജിഹാദുകൾ നടത്തിയിട്ട് കോയൊക്കെ ആക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഇസ്ലാം കുത്തി വെച്ച് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇതുപോലെ ഈ കുട്ടീനെ വെറുക്കും, ഈ കുട്ടീനെ കാഫറായിട്ട് പോലും കാണും. പറയാൻ വേണ്ടിട്ട് പറ്റില്ല. ഈ ഒരു കുട്ടിയെ പീഡിപ്പിക്കാനുള്ള നമ്മൾ ഒരു മറ്റേ യുദ്ധത്തിൽ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. യുദ്ധത്തിൽ കുട്ടികൾ മരിച്ചു പോകുന്നത് അതിന് പോലും ഇവിടെ കിടന്ന് കരഞ്ഞിട്ടുള്ള ആളുകൾ. ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ ഞമ്മന്റെ ആൾക്കാര് മറ്റേ എന്താ പറയാ ഇതുപോലെ വാരിയിൽ ചവിട്ടി പൊട്ടിച്ച്, ഇതുപോലെ ഈ എന്താ പറയാ 2 കൈയും ഓടിച്ച്, തോലി ഊരിച്ച്, ലിംഗം കത്തിച്ച് ഇങ്ങനെ കൊന്നിട്ട് ഞമ്മന്റെ ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ നേരെ തിരിച്ചായിട്ടുണ്ടായിരുന്നെങ്കിൽ ലോകം മൊത്തം കത്തിച്ചിട്ടുണ്ടാവും. ലോകം മൊത്തം കോയ കത്തിച്ചിട്ടുണ്ടാവുമായിരുന്നു. മുസ്ലിമിനെ പീഡിപ്പിക്കുന്നേന്നാ പറയാ, മുസ്ലിമിനെ പീഡിപ്പിക്കുന്നേന്ന് പറയാം. പക്ഷെ മുസ്ലിങ്ങൾ ചെയ്യുന്ന തെപ്പാടിത്തരം ഒരു കോയും കാണൂല. എന്തേലും ചെയ്താ പറയാം മുസ്ലിമിനെ പീഡിപ്പിക്കുന്നേ, മുസ്ലിങ്ങളെ ഇസ്ലാമ ഫോബിയ, അവന്റെ വായിക്കൂടെ നല്ലല്ലോ. മനസ്സിലായോ? ഇതിനൊന്നും ഒരു പരിപാടിയും ഇല്ല, ഒരാൾക്കും ഒരു കുറ്റവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇത് അനുവദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് എന്താ പറയാ ധർമ്മമാണല്ലോ ജയിക്കാനുള്ളത്. ആ കുട്ടിക്ക് വേണ്ടി പകരം ചോദിക്കാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? ആ കുട്ടിക്ക് വേണ്ടി പകരം ചോദിക്കാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇത് എന്താ പറയാ ഒരിക്കലും ഒരു യുദ്ധം ഒരിക്കലും അധർമ്മം ഒരിക്കലും ജയിക്കുന്നില്ല. ജയിച്ചാൽ ആ യുദ്ധം അവസാനിക്കുന്നില്ല എന്നാണ് ഹിന്ദുക്കളുടെ ഒരു നീതിശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇതിന് പകരം ചോദിക്കണം, പകരം ചോദിക്കും. മനസ്സിലായോ? ഇവനൊന്നും വെറുതെ വിടാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. നിയമത്തിന്റെ ഇതിൽ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ ഇവൻ തുമ്പില്ലാത്തത് കൊണ്ട് ഇവനെ രക്ഷപ്പെടുത്തിയെടുക്കും. മുസ്ലിം ആയതുകൊണ്ട് കോയന്മാരും മിണ്ടൂല. മുസ്ലിം ആയതുകൊണ്ട് തന്നെ മറ്റേ പീഡിപ്പിക്കപ്പെട്ട ആളുകൾ കാഫർ ആയതുകൊണ്ടും അവർ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുള്ളൂ. ഒരു സാംസ്കാരിക നായകന്മാരും ഒരു ബുദ്ധിജീവികളും ഒരു രാഷ്ട്രീയക്കാരും ഒരു മറ്റെന്താ പറയാ മറ്റേ കുട്ടികൾ ഡോക്ടറും എഞ്ചിനീയറും അവന്റെ കുട്ടിയെ നിന്ന് പറഞ്ഞ് കരഞ്ഞ അതുപോലത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ആരും കാണുന്നില്ലല്ലോ, ആരും കാണുന്നില്ല. എവിടെ പോയി എല്ലാരും? ആരും വരൂല. നിങ്ങൾ വേട്ടക്കാരൻ മുസ്ലിം ആണെങ്കിൽ ആരും വരൂല. ഒരു കുട്ടി നിങ്ങൾക്ക് ഉണ്ടാവൂല. ഇതിനെതിരെ ശബ്ദിക്കണം. ഞാനിത് ഇന്ന് റൂം ഇടണം എന്ന് വെച്ചിട്ട് പിന്നെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിൽ വല്ലാത്തൊരു വിഷമം.
ഇത് കണ്ടപ്പോഴും ആ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോഴും ആ നിഷ്കളങ്കരമായിട്ടുള്ള മുഖം കണ്ടപ്പോഴും ഒക്കെ ഭയങ്കരമായ ഒരു വിഷമം. ഞാൻ ഇതിന്റെ വീഡിയോസുകളൊന്നും കണ്ടിട്ടൊന്നുമില്ല, മനസ്സിലായോ? പക്ഷെ നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, നമുക്കിതിന് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. ഇത് ഒരു ഭീകരവാദമാണ്. ഇത് NIA അന്വേഷിക്കണം. അതിനനുസരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. ഇവന്റെ മറ്റേ കാര്യങ്ങളെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുക. ഇവന് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണോ? ഇവന് സമസ്തയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണോ? ഇവന് വേറെ എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളാണോ? എന്തുകൊണ്ടാണ് ഇവൻ ചെയ്യുന്നത്? ഇവന്റെ സോഷ്യൽ മീഡിയയിൽ ഇവനെ ഏത് തരം ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളാണ്? ഇവന്റെ പ്രവർത്തനത്തിൽ ഇവൻ ഏത് സംഘടനകളാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? ഇവനും വേറെ ആരോടെങ്കിലും ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. അത് കണ്ടെത്താനുള്ള പരിപാടികളും ചെയ്യണം. ഇവനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓന് കൊടുക്കുന്ന സെക്യൂരിറ്റി തന്നെ കണ്ടോ നിങ്ങള്? നാട്ടുകാർ തല്ലാൻ വേണ്ടി വരുമ്പോ ഈടിക്കില്ല അങ്ങനത്തെ സെക്യൂരിറ്റിന്ന്. ഈടിക്കില്ലാത്ത സെക്യൂരിറ്റിയാണ് ഈ കോയക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവരിത് ചിന്തിക്കുന്നത് അവര് ആ അന്യമതത്തിനെ കൊന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ സ്വർഗം കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് ചില വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ 1.5 വയസ്സിനൊക്കെ കൊല്ലാനും കുട്ടീനെ കൊല്ലാനൊക്കെ ഇതൊക്കെ ചിലപ്പോ പറയാനായിട്ടുണ്ടാവും, പറയാൻ വേണ്ടി പറ്റില്ല, മനസ്സിലായോ? അപ്പൊ അത് അന്വേഷിക്കുക, NIA അന്വേഷിക്കുക. ഇതുപോലത്തെ കേസുകളൊക്കെ NIA അന്വേഷിക്കുക. യോഗി ആദിത്യനാഥായിരുന്നെങ്കിൽ ഇന്നോ ഭൂമിയിൽ ഉണ്ടാവില്ല. ഹൂറിമാരുടെ കൂടെ ഒന്ന് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു മധ്യപ്പുഴയിൽ, മനസ്സിലായോ? മധ്യപ്പുഴയിൽ നീന്തി തുടിക്കുന്നുണ്ടാവുമായിരിക്കും ഇപ്പൊ. UP ഒരുത്തണ്ടല്ലോ അപ്പൊ മധ്യപ്പുഴയിൽ